മണ്ഡലപൂജയ്ക്കായി ശബരിമലയിൽ ദർശന സമയത്തിൽ മാറ്റം വരുത്തുകയും വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തുകയും ചെയ്തു. മണ്ഡലപൂജാ ദിവസം തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് നിലയ്ക്കലിലെ കാർ പാർക്കിംഗും വർദ്ധിപ്പിച്ചു. മണ്ഡലപൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മീഡിയ വണിനോട് പറഞ്ഞു. 26-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി തങ്കയങ്കി സന്നിധാനത്തെത്തും. അന്നേ ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ചാൽ 5 മണിക്കായിരിക്കും നട തുറക്കുന്നത്. മണ്ഡലപൂജ നടക്കുന്ന 27-ന് 9:45 വരെ മാത്രമാണ് നെയ്യഭിഷേകം ഉണ്ടാവുക. 10:30-ക്കും 11:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ മണ്ഡലപൂജ നടക്കുന്നതിനാലാണ് നെയ്യഭിഷേക സമയം കുറച്ചത്. 26, 27 തീയതികളിൽ വെർച്വൽ ക്യൂ എണ്ണവും കുറച്ചു. 26-ന് 64,000-ഉം 27-ന് 70,000-ഉമായാണ് പരിമിതപ്പെടുത്തിയത്. മണ്ഡലപൂജ ദിവസത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി നിലയ്ക്കലിൽ 1000 വാഹനങ്ങൾ കൂടി അധികം പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് മീഡിയ വണ്ണോട് പറഞ്ഞു. നിലവിൽ 7000 പാർക്കിംഗ് സ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിന് ഉപരിയായി ഒരു 1000 പാർക്കിംഗ് സ്ലോട്ടുകൾ കൂടി താൽക്കാലിക സംവിധാനം എന്നുള്ള നിലയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. തിരക്ക് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 26-ലെ വെർച്വൽ ക്യൂ 64,000-ആയി ക്രമീകരിച്ചിട്ടുണ്ട്. 27-ന് 70,000-ആയും ക്രമീകരിച്ചിട്ടുണ്ട്. 26-ന് നിലയ്ക്കലിൽ നിന്നും ഗതാഗത നിയന്ത്രണവുമുണ്ട്. അന്നേ ദിവസം 11 മണി വരെ മാത്രമാണ് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് തീർത്ഥാടകരുടെ വാഹനങ്ങൾ കടത്തിവിടുക. മീഡിയ 1 സന്നിധാനം.